എന്ത് കള്ളക്കളിയാണോ? മൊബൈൽ അവിടെ വെക്ക്. മൊബൈലിൽ എന്ത് കള്ളക്കളിയാ? സൈലന്റ് ചെക്കനല്ലേ വരുന്നത്? ഏത് സൈലന്റ്? ആ പൊട്ടൻ ചെക്കൻ. ഓൻ പൊട്ടൻ ചെക്കനെന്നുള്ളൂ. ഓൻ നല്ല കുട്ടി. മക്കൾ പോയോ സ്കൂൾ പോവാ? എത്ര ക്ലാസ്സിൽ പഠിക്കണേ? 3-ല്. നോക്കി പോണട്ടാ. ഞാൻ ചോദിച്ചു ചോദിക്കട്ടെ, കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞു കേട്ടോ. ഇതിൽ ഏതാണ് വലുത്? അല്ലെങ്കിൽ വലുത് ഇജ്ജെടുത്തോ? ഇത് കണ്ട പോയിക്കോ അരിക്കോടെ പോയിക്കോട്ടാ. കണ്ടില്ലേ ഇപ്പൊ മനസ്സിലായ സംസോ? 5 ഉറുപ്പ്യ വലുതെന്ന് എനക്കറിയില്ലേ? അതാണ് വലുത്, എനിക്കറിയാം. അങ്ങനെ പറഞ്ഞാൽ ആൾക്ക് ഒരു പ്രാവശ്യമല്ലേ പൈസ തരുള്ളൂ. ആൾക്ക് ഇപ്പോൾ 4ാമത്തെ പ്രാവശ്യം എനിക്ക് പൈസ തന്നെ. ഇന്നും തരും. സംസോ ആ പാടാ. എടാ നമുക്ക് ഷാജി വന്നിട്ടേ ചായ കുടിച്ചാ മതി. കുടിക്കാന്ന് പറ. ഓൻ തുടങ്ങി. അല്ലടാ, നമ്മളിന്ന് റൌഫിന്റെ പെണ്ണ് കാണാൻ പോകും. അതിന് ഓല എവിടെ? ഓനും മരക്കാര ബ്രോക്കറും കൂടിയിട്ട് പള്ളിയുടെ അവിടെ ഉണ്ട്. ഷാജി വന്നാൽ നമുക്കത് പോവാം. ആ പകനല്ല വന്നല്ലോ. വന്നാ പോവാ. പേപ്പർ അങ്ങോട്ട് വെക്കുന്ന പലഹാരം പോയിട്ടെടുക്കാലോ. വന്ന് പോവാ. എന്നാ സംസോ കീയാ നമുക്ക്. കീയാന്നല്ല പോവാന്ന്. എന്നാ വിട്ടു. റൌഫ് അവിടെ? ഓനാ പള്ളിയുടെ അവിടെ ഉണ്ട്. അവർക്കത് പള്ളിക്കാരി. അതെങ്ങനാ കല്യാണാലോചന തുടങ്ങിയ ഒരു ചെറുപ്പക്കാരനും പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ നേരം ആഞ്ഞോട് ഒന്ന് സലാം പറയായിരുന്നല്ലേ? ഞാനെന്തിനാ ഓലോട് സലാം പറയണ്? ഓല് ഇവൻ്റെ മലയാളം കല്യാണം മുടങ്ങിയാലാണ്. ഓനോട് സലാം പറഞ്ഞത് നല്ലതാ. പെണ്ണിട്ട് അത്ര ഇടങ്ങറുണ്ടായിരുന്നെങ്കിൽ ആദ്യം തന്നെ നിസ്കാരം നോമ്പ് അങ്ങ് വേണ്ടി വരും. അല്ല എൻ്റെ ചങ്ങായിമാരെ എവിടെ? ഞാനൊന്നും കല്യാണമൊക്കെ സമയത്ത് ഒരു ചെങ്ങായിമാരുണ്ടായി. അതുകൊണ്ടാണ് പെണ്ണ് കിട്ടി. അല്ലടോ, നമ്മുടെ പുതിയ പ്രചാരക്കൻ്റെ എന്തായി? ഓരോ ഓട്ടൊന്നുമില്ല. അപ്പോൾ വണ്ടിയുടെ ഇൻഷുറൻസും ടെസ്റ്റൊക്കെ തട്ടിക്കിടക്കുക. പോലീസ് പിടിച്ചാൽ നല്ല പണി കിട്ടും. സ്റ്റാൻഡിൽ അറിയണ്ട, ഓല് കണക്ക് നല്ല പണി തരും. നല്ല കൂട്ടുകാരാ നിങ്ങളൊക്കെ തന്നെ. അല്ലടോ, നിങ്ങളെ പ്രാരാബ്ദമൊന്നും ഇതുവരെ തീർന്നിട്ടില്ല. എന്ത് ഇത് തീരൂലേ? തീർന്ന് പണി തീർന്ന്. പലിശക്കാരിപ്പോ കാശ് ചോദിക്കാൻ നിർത്തിയിട്ടേ ഏത് നേരം തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുന്ന പണി. അസ്സലാമലൈക്കും. 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 ഒക്കെ സലാം പറഞ്ഞാണെങ്കിൽ ഓലെങ്ങാനും കല്യാണം മുടക്കാലോ വെച്ചിട്ടാ? അങ്ങനെ ആരും പഠിക്കുന്നു. അല്ല ഓലല്ലേ ആ വീട്ടില്? അതാ ഓലിനെ വരുന്നു. മരക്കാർക്ക് ഇവനല്ലേ കുഞ്ഞാനൊക്കെ ഇവന് മുന്നേറ്റിക്കാനല്ലേ നമ്മള് പോണേ. കൂട്ടുകാരാ കയറി മകളെ കയറി മക്കം പോവാ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇരിക്കി. വന്നോ? ചായ എടുക്കട്ടെ? ഇപ്പൊ ചായ ഒന്നും എടുക്കണ്ട, ഒക്കെ അവര് വന്നിട്ട് ഒരുമിച്ച് എടുത്താൽ മതി. ഇങ്ങനെ ഒരു പിഷ്കൻ. വരാം. കാര്യങ്ങളൊക്കെ ഞാൻ വേണ്ടമായി പറഞ്ഞോളാം. അത് വേണോ? നിങ്ങൾ ചുണ്ട് മാത്രം ഇളക്കിയാൽ മതി, കൂട്ടി ഞാൻ കൊടുത്തോളാം. കൂറ്റി എന്ന് പറഞ്ഞാലേ ശബ്ദം, ഒച്ച, മനസ്സിലായ? വല്ല ഇന്നോവേറ്റ് വന്നാൽ ചേർന്നു. എന്ത് വലിയ പേരത്? ജല പറഞ്ഞ് കായുള്ള കുടിയെന്നായിക്കോട്ടേന്ന്. ഇത് കായ് മാത്രമുള്ള കുടിയായി പോയി. റൌഫിന്റെ പെര കണ്ടിക്കണം നിങ്ങൾ? ആ പുരയിലേക്ക് പെണ്ണിനെ കൊണ്ടുപോകണം. വരീ ഓരോ കാര്യങ്ങളൊക്കെ വേണ്ടമായി പറഞ്ഞു. പോയി ചായ കുടിക്കാം. അല്ലല്ല വെണ്ണു വേണം. വന്നിട്ടുണ്ടായോ? അസ്സലാമു അലൈക്കും. എല്ലാവരും വരും. മരക്കാരെ ഇവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ? അത് ഞാൻ വേണ്ടമായി പറഞ്ഞിട്ടുണ്ട്. അന്നൊരു ഫേസ്ബുക്ക് ഞാനും റൌഫും കൂടിയിട്ട് സുബൈക്ക് പള്ളിക്ക് പോകുമ്പോഴാ മരക്കരിക്കരനോട് പറഞ്ഞത്. ഞാൻ പറഞ്ഞെന്നാ ലുഹർ നിസ്കരിച്ചിട്ട് ഇറങ്ങാന്ന്. അപ്പൊ റൌഫ് പറയാ നമുക്ക് അസ്ര നിസ്കാരം കഴിഞ്ഞിട്ട് പോവാന്നും പറഞ്ഞു. കുട്ടികളൊക്കെ പഠിക്കണ കാലല്ലേ,
മഗ്‌രിബിന്റെ എത്തും ചെയ്യാം. മാനേന്റെ പേരെന്താന്നാ പറഞ്ഞത്? രാധാകൃഷ്ണൻ. അതൊക്കെ അവിടെ കേട്ടോ, നിങ്ങൾ ചായ ഉണ്ടാക്കളി, നമുക്ക് പോണ്ടേ. ചെക്കൻ എന്താ ജോലി? ഹലോ ഓട്ടോമൊബൈലിന്റെ എഞ്ചിനീയറിംഗ് അതോ ഡിപ്ലോമേ? അങ്ങനൊന്നുമില്ല. അല്ല ചായ കുടിച്ചില്ലല്ലോ. മരക്കാരെ ഞാൻ പറഞ്ഞിട്ടിറങ്ങണ അതാ വടി എടുത്തിറക്കണ. ഹലോ ആ അത് തീരുമാനായി. വണ്ടി എടുക്കില്ല. മൊബൈലിന് വിളിച്ചാൽ ഓട്ടം പോകും. അതിന് ഓട്ടം പോകും. വിഷമിക്കണ്ട, നീ നല്ല ബിസിനസ് ആയിരുന്നു. അപ്പം ഞാൻ നല്ല എണ്ണ പറഞ്ഞ കുട്ടികളെ തറവാട്ടിന്ന് കെട്ടി ഞാൻ കടിച്ചേ. ഞാൻ മനസ്സിലായ ഷാജിയെ വണ്ടി എന്നാ ബസ് സ്റ്റോപ്പിലേക്ക് ഒതുക്കിക്കാം. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. നിങ്ങളെന്താ ഇറങ്ങി? ഞാൻ കുറേ ബിസിനസ്സൊക്കെ ചെയ്തിട്ട് പൈസ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളോട് പറയാം. അപ്പം നിങ്ങൾ ഇപ്പം ഞാൻ ചെന്നാൽ മതി ഇട്ടാ. ഇപ്പം നിങ്ങളിത് കയ്യിൽ വെച്ചോളി. എന്നാ ശരി ഇട്ടാ. എന്നാ ശരി. അങ്ങനെ പോക്ക് എന്നാണ് നമ്മുടെ നാട് എന്നത്? എന്താ ഈ ഉദ്ദേശിച്ചത്? ഈ ഓട്ടോ ഡ്രൈവർമാർക്കും കൂലിപ്പണിക്കാർക്കും വലിയ മുതലാളിമാർ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന ഇണാശേരി, അതാണ് അവൻ്റെ സ്വപ്നം. പൈസക്കാരനാണ്, അതിനൊരു പണി. ഇവിടല്ല ഇവിടല്ല, അതിനൊക്കെ സൗകര്യമുള്ള ഒരു സ്ഥലം. ഇറങ്ങി. ആ ഇത് കുഴപ്പമില്ല. കുറച്ചുകൂടി ഭീകരത വേണ്ടിയിരുന്നു. എന്താ എൻ്റെ പരിപാടി അത് പറ. അതൊക്കെ രഹസ്യമുണ്ട്, നിങ്ങളോട് വരി. ഇപ്പൊ തന്നെ തലമുട്ടിയത്. പ്ലാൻ പറ, പ്ലാൻ പറ. കിഡ്നാപ്പിംഗ്. എന്ത് തട്ടിക്കൊണ്ടു പോകെ? നമ്മളോ? നമ്മളെ എന്തിനാ കിഡ്നാപ്പ് ചെയ്യുന്നത്? വേറെ ആരെയും പൊക്കാന്ന് ചിന്തിക്കണ്ട, അതെന്റെ കാലിക്കുക. സീരിയസ് ആയിട്ടാണ്. കയ്യിൽ കാശുകളാണ് തട്ടിക്കൊണ്ടുവരുന്നത്. കായുള്ളവരെ എങ്ങനെ മനസ്സിലാവുക? കയ്യിൽ വാച്ച്, കഴുത്തിൽ ചെയിൻ, തോളിൽ ബാഗ്. അതിപ്പോ എല്ലാ പഹന്മാരത്തും ഉണ്ടാവുന്നു. കമോൺ, ബി സീരിയസ്. അല്ലടോ, നമ്മളെന്തിനാ ഇരുട്ടത്തേക്കണ്? പോലീസ് അങ്ങനെ പിടിക്കാതെ നമ്മളെ. പോലീസ് പിടിക്കാതിരിക്കാനാ നമ്മൾ ഈ പ്ലാൻ. പോലീസ് പിടിക്കാനാണ് ഒരു പ്ലാനും. നമ്മൾ കിഡ്നാപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് പീഡനത്തെ കുറിച്ചല്ല. നിങ്ങളെല്ലാവരും ഇതൊക്കെ ശ്രദ്ധിക്കുക. നമുക്കിത് ചെയ്തേ പറ്റൂ. നമ്മളിപ്പോൾ കായിന് ആവശ്യമുള്ള ആൾക്കാരാവണ്ട. ഇതാണ് കൂമന്തോട് പാലം. ഇവിടെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട സ്ഥലം. ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്, ഇങ്ങോട്ട് റോഡ് പോകുന്നുണ്ട്. മനസ്സിലായോ? ഇതിലൂടെ എങ്ങനെ വരികയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ റൗഫ്, ഇവിടെ ചാർജ്, ഇവിടെ രാധ. അത് നടക്കൂലേ? അത് നടക്കും. നമ്മളാരെങ്കിലും തിരിച്ചറിഞ്ഞത് നീ പരിചയമുള്ള ആളെ ഒന്നും തട്ടിക്കൊണ്ട് വരണ്ട. ശ്രദ്ധിക്കും. ഇവിടെ എത്തുമ്പോൾ ഒറ്റ തീ. എന്നാ പതുക്കെ തിരിച്ചാൽ മതി. വരി കയറി. ആ സാർ, ടൗണിക്കല്ലേ? നിങ്ങൾ രണ്ടുപേരും റെഡി നിന്നോ, ഞാൻ അവിടെ നിൽക്കാം. ശരി. നോക്ക്, ആളെ കയറ്റി കേട്ടാ. ഇപ്പൊ വരും. ഞാൻ ഒന്ന് പോയി നോട്ടെ. ശരി, ചെല്ലി. അവരെത്തി, വേറെ റെഡിയാക്കോ. റെഡിയാവോ, വേറെ റെഡിയാവോ. എന്താ മോയന്റെ കാട്ടി? എന്താ ഉണ്ടായി? ഒന്നും മനസ്സിലാവണില്ലല്ലോ. അത് കൂടല്ലേ വരണ്ടേ? കാണിച്ച നോക്കട്ടെ നോക്കട്ടെ.
വരി കയറി. ആ സാറേ ടൗണിക്കല്ലേ? എന്താ സാറേ? പോണ്ടേ? നമുക്ക് ഒരു സെൽഫി എടുക്കാം. എന്നാ പോവാം. സാറിപ്പോൾ എന്താ ചെയ്യുന്നത്? ഞാൻ ഈ പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിലേ ആരുടെ കൂടെ യാത്ര ചെയ്യുന്നത് സ്ഥലവും ഫോട്ടോ സഹിതം FBയിലും വാട്സപ്പിലും ലൊക്കേഷൻ സഹിതം ഒന്ന് പോസ്റ്റ്. എന്തേലും പറ്റിയ ആളുകൾ അറിയണല്ലോ, ഒരു തെളിവല്ലേ അല്ലേ? അതെ അതെ, വളരെ നന്നായിട്ടുണ്ട്. ആ സാറെന്നൊരു കാര്യം ചെയ്താളേ, എൻ്റെ പേരും കൂടി ടാഗ് ചെയ്താളേ. എന്താ പേര്? സംസുദ്ദീൻ അല്ലേ? സംസുദ്ദീൻ വണ്ടൂർ. സംസുദ്ദീൻ വണ്ടൂർ. ഓക്കെ, ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു, അങ്ങനെ അതും പൊളിഞ്ഞു. വല്ല കുട്ടികളെയും തട്ടിക്കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അവരുടെ കയ്യിലാണെങ്കിൽ മൊബൈലൊന്നും ഉണ്ടാവില്ലല്ലോ. ആ ഏട്ടന്മാരവിടെ ഇരിക്കുന്നുണ്ട്, നമുക്ക് പോയി പറ്റിച്ചാലോ? വേണ്ട, പാവല്ലേ.